ഒരുപാട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം എല്ലാവരുടെ പോലെയും നമുക്കും ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കില്ലേ, സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചു. ഞങ്ങൾ ഒരുപാട് തേടി നടക്കും, പല സ്ഥലങ്ങളും കാണും. 13 years ആയിട്ട് ഞാൻ റെന്റഡ് ഹോമിലായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട് എടുക്കാൻ പറഞ്ഞത് എനിക്ക് ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിരുന്നു. ഒരു വീട് എടുക്കാൻ പറഞ്ഞത് അത്ര ഈസി ജോബ് ആയിരുന്നു. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇൻഫ്ലുവൻസിങ് ചെയ്തിട്ടും സ്ട്രീമിംഗ് ചെയ്തിട്ടും എനിക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ആ പർട്ടിക്കുലർ ടൈമിൽ തന്നെ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു. വീട് വിലക്ക് വാങ്ങിച്ചോ? എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് വീടുണ്ടോ? വീട് സ്വന്തമായിട്ട് ഇല്ലാത്തവർ ഇനിയിപ്പോൾ അധ്വാനിച്ച് പൈസയൊന്നും നിങ്ങൾ നോക്കണ്ട, ലോൺ എടുക്കുക അല്ലെങ്കിൽ ചിട്ടി പിടിക്കുകയോ ഒരു പരിപാടിയും ചെയ്യണ്ട. നിങ്ങൾ നേരെ പോവുക, ആസ്ട്രോടോക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് വീടും വസ്തു, പിന്നെ കാറ്, ബംഗ്ലാവിന് പെണ്ണില്ലെങ്കിൽ പെണ്ണ്, ശകലமான സംഭവം നമ്മുടെ ആസ്ട്രോടോക്ക് എടുത്ത് തരുമെന്നാണ് പറയുന്നത്. ജോലി ഉൾപ്പെടെ ഒന്നുമില്ല, പെണ്ണില്ലേ അതും സെറ്റപ്പ് കൂട്ടിക്കൊടുപ്പ് വരണ്ടെന്നാണ് പറഞ്ഞത്. മീൻസ് അങ്ങനെയല്ല, നിങ്ങൾ ആ രീതി ചിന്തിക്കരുത്. കല്യാണം കഴിയാത്തവർക്ക് കല്യാണം കഴിയാത്തവർക്ക് കൂട്ടിനായിട്ട് ഒരു പെൺകുട്ടിയെ കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അത്ര വലിയ സെറ്റപ്പിലൂടെ ആസ്ട്രോടോക്ക് മാറിയിരിക്കുകയാണ്. ആസ്ട്രോടോക്ക് ഞാൻ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു അക്ഷരം തെറ്റ് വരും. പിന്നെ നോറ മുസ്കാനെ, നീ എങ്ങനെയാടി വീട് വെച്ചത്? ആസ്ട്രോടോക്ക് വഴിയില്ലേ, തുപ്പല് കുറച്ച്. അപ്പൊ ടാങ്കോ ആരായിരിക്കും? ഞാനാ പിന്നെ എടുത്തോണ്ടോന്ന് ടാങ്കോ. അതുകൊണ്ട് എന്നെ കൊണ്ട് തുറപ്പിച്ച് എന്തായാലും ഞാൻ തുറന്നു തരാം. അപ്പൊ നമുക്ക് ഒരു അറിയാൻ തുടങ്ങാം. ഈ ആസ്ട്രോടോക്ക് എന്ന് പറയുന്ന സാധനം പ്രൊമോട്ട് ചെയ്യുന്ന പ്രശസ്ത സിനിമാ താരങ്ങളായിട്ടുള്ള അപർണ ബാലമുരളി, വേറെ ആരൊക്കെയുണ്ട്, ഒരുപാട് പേരൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ സീരിയൽ അതുപോലെ നോട്ട്ബുക്കിലൊക്കെ ഉണ്ടായിരുന്ന ശ്രീകുട്ടിയും രംഗത്താണ്. അയ്യോ ശ്രീകുട്ടി 5 പൈസയൊന്നുമില്ല, വെറും ദാരിദ്ര്യത്തിലോട്ട് പോയിരുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ ആസ്ട്രോടോക്ക് ഡൗൺലോഡ് ചെയ്ത് അവൾക്ക് പിന്നെ വീട് വയ്ക്കാൻ പറ്റിയത്. എൻ്റെ പൊന്നടാവൻ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ സത്യം പറഞ്ഞൊരു വീട് വയ്ക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എൻ്റെ അച്ഛൻ വീട് വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ആ വീടുള്ളത് കൊണ്ട് ഞാൻ ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ വേറെ വീട് വയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാനും ആസ്ട്രോടോക്ക് ഡൗൺലോഡ് ചെയ്ത് തന്നെ സത്യം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വീട് കിട്ടിയാണ് ഫ്രീ ആയിട്ട്. അമ്മാതിരി സെറ്റപ്പാണ്. എന്തായാലും ശ്രീകുട്ടിയുടെ പ്രൊമോഷൻ കാണാം. ശ്രീകുട്ടിയൊക്കെ വലിയ കുറെ പ്രസംഗിക്കുന്നതല്ലേ, മിക്കവാറും ഇതിന്റെ പേരിൽ എൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ഒരു മാസമാണ് നമ്മൾ ഇപ്പോൾ കേസ് കൊടുക്കും, അകത്താക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ എന്തോ വലിയ ഊവാണ് എന്നുള്ള സെറ്റപ്പിലൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പറഞ്ഞാൽ നമ്മളൊന്നും അല്ല ശ്രീകുട്ടിയെ, നിങ്ങളൊക്കെ വലിയ ടീമുകളാണ്, നമ്മൾ പാവമാണ് കേട്ടോ. നിങ്ങൾക്ക് ആസ്ട്രോടോക്കിന്റെ നിർദ്ദേശപ്രകാരം വീട് വെച്ച ടീമല്ലേ. എനിക്ക് എൻ്റെ അച്ഛൻ വീട് വെച്ചതുകൊണ്ട് ആ വീടുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു. അല്ലെങ്കിൽ അച്ഛൻ വെച്ചിട്ടില്ലാന്ന് ഞാൻ വേറെ വീട് വയ്ക്കാൻ കഷ്ടപ്പെടേണ്ടി വന്നേനെ. അല്ലാതെ ആസ്ട്രോടോക്ക് കൊണ്ട് എൻ്റെ അണ്ണാക്കി തരില്ല. ഞാൻ പൈസ ഉണ്ടാക്കി എനിക്ക് വീട് കിട്ടും, പൈസ ഉണ്ടെങ്കിൽ വസ്തു വാങ്ങാൻ പറ്റും, ഇത് രണ്ടും പറ്റും. അല്ലാതെ ആസ്ട്രോടോക്ക് കൊണ്ട് എനിക്ക് വസ്തുവും തരില്ല, വീടും തരാൻ പോണില്ല കേട്ടാ. എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരും. അതിലെ ലാംഗ്വേജ് കൺട്രോൾ പണിടാ. ഓക്കെ ഓയ്യ. അപ്പൊ ശ്രീകുട്ടി ആദ്യം തുടങ്ങിയട്ടെ. ഇന്നിപ്പോ ഞാന് അതിന്റെ ഒരു ചെറിയൊരു കഥ പറഞ്ഞു തരാം. നമ്മൾ ഈ വീട് എന്നുള്ളൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ അതൊരു അട്രാക്റ്റീവായിട്ട് തോന്നും, കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നും, ചിലർക്കൊക്കെ അത് ഫാൻസി ആയിട്ട് തോന്നും. എന്തായാലും ഞാൻ ആ ഒരു വിശേഷം നിങ്ങളായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം എല്ലാവരുടെ പോലെയും നമുക്കും ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കില്ലേ, സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചു. ഞങ്ങൾ ഒരുപാട് തേടി നടക്കും, പല സ്ഥലങ്ങളും കാണുമ്പോ ചിലപ്പോ ആ സ്ഥലം നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോ നമുക്ക് ബഡ്ജറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ അടുത്ത് വന്നിരിക്കുന്ന കാര്യം കയ്യിൽ നിന്ന് അങ്ങ് പോകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിജക്ട് ചെയ്യുന്നില്ല, അത് റിജക്റ്റഡ് ആവുന്ന പോലുള്ളൊരു ഫീലായിരുന്നു. അങ്ങനെയൊക്കെ നമ്മള് എന്തൊക്കെയോ കുറെ തടസ്സങ്ങൾ, എപ്പോ വീട് വാങ്ങാൻ നമ്മൾ ഇറങ്ങി തിരിച്ചാലും പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫൈനലി നമ്മള് ഒരു പ്രോപ്പർട്ടി കണ്ടായിരുന്നു. അവിടെ ഒരു 60,000 നമ്മൾ അഡ്വാൻസും കൊടുത്തായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോജക്റ്റ് അതിനെന്തോ ഒരു ഡിലേ അല്ല, അതങ്ങ് ക്യാൻസൽ ആയിട്ട് ആ 60,000 രൂപയും വെള്ളത്തിലായിട്ടോ. അങ്ങനെ അതുകൂടി ആയപ്പോ ആകെ കൂടി ഒരു വിഷമമായി. പിന്നെ നമ്മള് അതൊരു സ്വപ്നം മാത്രമായിട്ട് അങ്ങനെ ഇരിക്കും എന്നുള്ള ഒരിതായി. ശരിക്കും പറഞ്ഞാൽ ഈ വീടാവുന്നതിന് മുന്നേ ഒരുപാട് ഫിനാൻഷ്യലി ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപാട് EMIs, വേറെ മോളുടെ സ്റ്റഡീസ്, അങ്ങനെയൊക്കെ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ നമ്മളും ഇതൊന്നും നടക്കില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നമ്മളും ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മൂഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരിയായിട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ആസ്ട്രോടോക്ക്. പിന്നെ നടന്നത് ചരിത്രമാണ്. എത്ര ലക്ഷം കിട്ടി? അവന്മാര്
1 കോടിക്ക് മേളിലൊക്കെയാണ് മുടക്കുന്നതെന്ന് പറയുന്നേക്കാം. ഏത് പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രം ഡെയിലി. അതിൽ എത്ര ലക്ഷം കിട്ടി? 10, 5, അതോ 15, ഇനി 20? അറിയില്ല. അതോ ഇനി വീട് അവന്മാർ വെച്ചെന്നാ അറിയില്ല. കൊള്ളാം. ലക്ഷങ്ങൾ വാരി അവന്മാർ എറിയുന്നു, കോടികൾ വാരി എറിയുന്നു, അതിൽ നിന്ന് ലക്ഷങ്ങൾ വാരി തൂത്തോണ്ട് പോയിട്ട് പ്രൊമോട്ട് ചെയ്തങ്ങ് തള്ളുക. ബാക്കിയുള്ള നിൻ്റെയൊക്കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എന്ത് വാല്യൂ ആണ് നീയൊക്കെ കൊടുക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളെയൊക്കെ വിശ്വസിച്ച് നിങ്ങളെയൊക്കെ സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെ പോലെ വന്നിരുന്ന് ഡെയിലി വീഡിയോസ് കാണുന്ന ആ സബ്സ്ക്രൈബേഴ്സിന് എന്ത് വാല്യൂ ആണ് നിങ്ങളൊക്കെ കൊടുക്കുന്നത്? എനിക്ക് അത്ര മാത്രമേ ഇതിൽ ചോദിക്കാനുള്ളൂ. എന്ത് വാല്യൂ? ഓക്കെ, അതൊന്ന് പറഞ്ഞു തന്നെ എനിക്ക് കൊള്ളായിരുന്നു. ഈ സബ്സ്ക്രൈബേഴ്സിനെ വലിച്ച് കുഴി ചാടിച്ചിട്ടല്ല നമ്മൾ പൈസ ഉണ്ടാക്കേണ്ട. ഇപ്പം നമ്മളെയൊക്കെ പറയും, ഇപ്പം എൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ കുറേ പേര് സപ്പോർട്ട് ചെയ്യും, കുറേ പേര് പറയും നീയൊക്കെ എന്നാടാ കണ്ടവനെ വിറ്റ് ജീവിക്കുന്നു, കണ്ടവൻ്റെ ലൈഫ് എടുത്ത് വെച്ച് കളിക്കുന്നു, കണ്ടവൻ്റെ അത് ഇതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഇടയിൽ ഇടം നേടി നിൽക്കുന്ന ആൾക്കാരും ഓരോ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളെയൊക്കെ പറ്റിക്കുന്നതിനേക്കാളും വലുതാണോ നമ്മൾ ഓരോരുത്തന്നെ വലിച്ചീരി ഒട്ടിക്കുന്നത്? പിന്നെ വലിച്ചീരി ഒട്ടിക്കുന്നതിൽ അർത്ഥമുണ്ട്. ഓരോ ഉടായ്പകളും ഇതുപോലത്തെ ഉടായ്പ പരിപാടികളായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെയൊക്കെ വലിച്ചു കീറി ഒട്ടിച്ച് പൊതു സമൂഹത്തിലായിട്ട് അങ്ങ് കാണിക്കും. പിന്നെ അവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മൾ പറയുന്നത് അങ്ങോട്ട് പിടിയില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഏത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതായത് ഇപ്പം ഞാനിപ്പോൾ ശ്രീകുട്ടിയെ വലിച്ചു കീറി ഒട്ടിക്കുന്നു എന്ന് വെച്ചോ, ശ്രീകുട്ടി ഇങ്ങനെ ഒരു ഉടായ്പ സാധനം പ്രൊമോട്ട് ചെയ്ത് വിടുമ്പോൾ അത് വലിച്ചു കീറി ഒട്ടിക്കുമ്പോൾ ശ്രീകുട്ടി ഇഷ്ടമുള്ള ആൾക്കാർ വന്നിട്ട് എന്നെ തെറി വിളിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാണ്ട് അവർ ചെയ്യുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാൽ പോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്ത കുറെ തലയ്ക്കകത്ത് തീട്ട നിറച്ച് വെച്ചിട്ടുള്ള ടീമുകളുണ്ട്. പറയുന്നതാ. ഞാൻ ജെനുവിനായിട്ടാണ് എപ്പോഴും ഞാൻ സംസാരിക്കാറ്. അല്ലാണ്ട് ഞാൻ ഈ ഷുഗർ കോട്ട് ചെയ്തോ അല്ലെങ്കിൽ ഒരുമാതിരി ആ ഒരു ലെവലൊന്നും സംസാരിക്കത്തില്ല. ഞാൻ എൻ്റെതായ ലാംഗ്വേജിലങ്ങ് സംസാരിക്കും. വലിയ സ്റ്റാൻഡേർഡ് പിടിച്ച് സംസാരിക്കാൻ ഞാൻ വരാറില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമില്ല, മാന്യമായിട്ട് സംസാരിക്കുക അത് ഇതെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ മാന്യമായിട്ട് തന്നെയാണ് ഇനി മുതൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഈ സംസാരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്, ഇപ്പം ഞാൻ ഇത്രയും സംസാരിച്ചിട്ട് ഓൺലൈൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ എങ്കിൽ അതും കുറയ്ക്കാം. വളരെ വളരെ മാന്യനായി മറുനാടൻ മലയാളിയെ പോലെ വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം, അത്രയും മാന്യനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങളാണ് എൻ്റെ ഓഡിയൻസ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ആ ലെവലിലോട്ട് മാറി സംസാരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ശ്രീകുട്ടി വീടൊക്കെ വച്ചല്ല, അഷ്ടട്ടോക്കാണല്ലേ വീട് വയ്ക്കാൻ സഹായിച്ചത്. തോന്നി ലക്ഷങ്ങൾ വാരി എറിഞ്ഞല്ലേ, അപ്പോൾ എന്തായാലും വീട് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ വിഷമമൊക്കെ കണ്ടപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഒരു ആസ്ട്രോളജറായിട്ടൊന്ന് സംസാരിക്കൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആസ്ട്രോടോക്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അതിലൊരു ആസ്ട്രോളജറുമായിട്ട് സംസാരിച്ചപ്പോൾ ഗായത്രി എന്നാണ് അവരുടെ പേര്. മാമുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് ആദ്യം ജസ്റ്റ് അവര് ഡേറ്റ് ഓഫ് ബർത്തും എൻ്റെ ജനിച്ച സമയം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാല് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ട് ഇങ്ങനെ വന്തം വിട്ട് വായും തുറന്നിരുന്നു കേട്ടോ. കാരണം അവര് എന്റെ ലൈഫിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസും അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ബുദ്ധിമുട്ടും ഒക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മുടെ കാര്യങ്ങൾ അവർക്ക് എങ്ങനെ അറിയാം എന്നുള്ള ഒരു ചിന്തയായിപ്പോ എനിക്ക്. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈഫിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അവരോട് ഷെയർ ചെയ്തപ്പോൾ അവര് കുറച്ച് കാര്യങ്ങൾ, ഒരു 2 സൊല്യൂഷൻ എന്നോട് പറഞ്ഞു. ഒരു 9 ദിവസം, ഒരു 9 days ഇതൊന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ശരി, ഞാനതിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. എന്നിട്ട് അവർ പറഞ്ഞു, ഇത്ര ദിവസം കഴിയുമ്പോൾ ഈ ഒരു ടൈമില് നിങ്ങൾക്ക് അവിടെ ടോക്കൺ കൊടുക്കാൻ പറ്റും. ആ സ്ഥലം നിങ്ങൾ അഡ്വാൻസ് കൊടുക്കും. നെക്സ്റ്റ് ഇയർ ഇന്ന മാസം നിങ്ങൾ വീട് സ്വന്തമാക്കും, നിങ്ങൾ ആ വീട്ടിൽ താമസമാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ വലിയ കാര്യമായിട്ട് കൊടുത്തില്ല. പിന്നെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു അവസാന പിടിവള്ളി എന്നുള്ള രീതിയിൽ ഞാൻ ശരി അവർ പറഞ്ഞ രീതിയിൽ 9 ദിവസം ആ ഒരു 2 സൊല്യൂഷൻ അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തൊരു 17-18 days ആയപ്പോൾ അവർ പറഞ്ഞ അതേ ആ ഒരു ഡേറ്റിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കാൻ പറ്റി. അതിനെക്കാട്ടി സന്തോഷം അടുത്ത വർഷം അവർ ആ പറഞ്ഞ സമയം ആ മാസത്തിൽ തന്നെ നമുക്ക് ഈ വീട്ടിൽ താമസിക്കാനും പറ്റി കേട്ടോ. പല്ലിയടിച്ചത് അയ്യോ ആണോ? അഷ്ടട്ടൊക്കെ പറഞ്ഞ പോലെ എല്ലാം നടന്ന സംഭവം. കൊള്ളാം, സംഭവം തന്നെ. ഞാനും പോണം അഷ്ടട്ടക്കിലോട്ട്. എക്സ്ട്രാ ട്രാക്ക് നാണമില്ല ഇങ്ങനെ. നിങ്ങളെയൊക്കെ ഓഡിയൻസിനെ പറ്റിച്ച് അവരെ കൊണ്ട് കുഴിച്ചടിച്ച് അവരുടെയൊക്കെ പൈസ കളയിപ്പിക്കാൻ നാണമില്ലേ? ഇതിൻ്റെ റിവ്യൂ എടുത്ത് നോക്കണം. ഈ ആപ്പിൻ്റെ റിവ്യൂ എടുത്ത് നോക്കണം. മുഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരി ആൾക്കാരോട് പറയുന്നുണ്ട് കമൻസിലും ഒക്കെ ആയിട്ട്. ഇനി അതുപോലെ തന്നെ അവർ അങ്ങനത്തെ കുറേ കമൻസ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ ഇതിൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് വീഡിയോയിലും പിന്നെ വേറെ കമൻറ്റ് ബോക്സുകളിലൊക്കെ. അനുഭവങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കണം കേട്ടോ. സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് കുഴി ചാടിക്കുമ്പോൾ നിങ്ങൾക്ക് പണം കിട്ടും,
ഇനിയെങ്കിലും ആ സബ്സ്ക്രൈബേഴ്സ് മനസ്സിലാക്കുക, ഇവരൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി നിന്നെയൊക്കെ ഏത് കുഴിയിലും കൊണ്ട് ചാടിക്കും. നീയൊക്കെ പോയിരുന്ന് കാണുന്നതാണ് വിഡ്ഢിത്തനം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഇന്നേ വരെ എന്തെങ്കിലും ഒരു സാധനം മൂഞ്ച സാധനം നിങ്ങൾക്ക് കൊണ്ട് പ്രൊമോട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇല്ല. എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട്, ഒരുപാട്. എന്തിന് ബിയർഡ് ഓയിൽ വന്നിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്താലും ഞാനത് യൂസ് ചെയ്ത് കൺഫേം ആക്കിയിട്ടേ ഞാനത് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് ഈ ആസ്ട്രോടോക്കൊന്നും ഞാനെടുത്ത് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യില്ല. പണ്ട് ഈ മറ്റേ പോറ്റിമാരും അവരും ഒക്കെ ഇരുന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് ആക്കി എടുത്തിട്ടുണ്ട്. എന്തിന് പണ്ട് ഈ വ്യഭിചാരം ചെയ്യുന്നവർ ഇപ്പോൾ ഓൺലൈനിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി വ്യഭിചാരം ചെയ്യുന്നത് പോലെ ഇവരും ഇതുപോലത്തെ പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഏത് പോറ്റിമാർ തുടങ്ങിയതല്ല, ഇതൊരു ആപ്പ് വഴിയുള്ള ഒരു സെറ്റപ്പൊക്കെയാണ്. എന്തായാലും കൊള്ളാം. അതൊക്കെ പ്രൊമോട്ട് ചെയ്ത് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് വെച്ച് ഇങ്ങോട്ട് സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ മൂഞ്ചി ചേർന്ന് അത് അപർണ ബാലമുരളിലേക്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന കാണാം. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. എന്തായാലും കിടുക്കൻ ടീമുകൾ തന്നെ ഞങ്ങൾ കൊള്ളാം. അടുത്ത് ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ നോറ മുസ്കാനെ എക്സ്പോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പിൻ്റെ ആ ഒരു നിലവാരം നിങ്ങൾക്ക് പിടികിട്ടും. അടുത്ത് ഞാൻ വരുന്ന നേരം നോറ മുസ്കോണിലോട്ടാണ്. മുസ്കൂണിലോട്ട് വരുമ്പോഴാണ് ഈ കറക്റ്റ് കാര്യം ഒന്ന് വെട്ടിപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവരൊന്നും ഇതിൻ്റെ ബാക്ക് സ്റ്റോറി നമുക്ക് ചകഞ്ഞെടുത്ത് അടിക്കാൻ പറ്റുന്നില്ല, കണ്ടില്ല, ഒന്നും മനസ്സിലായില്ല. പക്ഷെ നോറയുടെ കേസിൽ കറക്റ്റായിട്ട് ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴും നിങ്ങൾ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുക. എന്തായാലും ഇപ്പം ചേച്ചി പറ, ശ്രീകുട്ടി ചേച്ചി. ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. അവർ പറഞ്ഞ കറക്റ്റ് ഡേറ്റില് കറക്റ്റ് ആ സമയത്ത് നമുക്ക് അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു അതിശയമുള്ള ഒരു കാര്യം കേട്ടോ. എങ്ങനെ അത് അത്രയും ഇതായിട്ട് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അത് ഓർക്കുമ്പോൾ ഐഡിയ ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നുണ്ട്, നമ്മളന്ന് ആ സമയം കറക്റ്റ് നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം പറഞ്ഞു തരാനായിട്ടുള്ള ഒരാള്, അതായത് ഒരു കറക്റ്റ് പേഴ്സണെ നമ്മൾ പരിചയപ്പെട്ടു, കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ടു, അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ പറഞ്ഞു തന്നത് കൊണ്ട് മാത്രമാണ് ഈ വീട് എന്നുള്ളൊരു സ്വപ്നത്തിൽ നമ്മൾ, സ്വപ്നമല്ല യാഥാർത്ഥ്യത്തിൽ നമ്മൾ നിൽക്കുന്നത്. അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടാവാം, കരിയർ പ്രോബ്ലം ഉണ്ടാവാം, പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ആ സമയം റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ അടുത്ത് പോവുക, അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പൊ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, വീടായി, ഫിനാൻഷ്യലി നമ്മൾ ഓക്കെയാണ്, എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇത് വരുമ്പോൾ ഒരു ആസ്ട്രോളജറെ കണ്ട് അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തിയാൽ അതിനൊരു നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആസ്ട്രോടോക്കിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ഫസ്റ്റ് പാർട്ട് ഈസ് അവരുടെ ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആട്ടോ. അപ്പോ നമുക്കത് പറ്റിയാണോ എന്ന് തോന്നും, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ഫസ്റ്റ് ചാറ്റിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളോട് ഇങ്ങോട്ട് പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് അത് ഫസ്റ്റ് ചാറ്റ് ഫ്രീ അല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ ഫിനാൻഷ്യലി, കരിയർ, ലൈഫ്, മാരേജ്, റിലേഷൻഷിപ്പ് എന്ത് തന്നെ പ്രശ്നം ആയിക്കോട്ടെ, നിങ്ങളൊരു ആസ്ട്രോളജറെ ധൈര്യമായിട്ട് കാണുക. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേഗം ഡൗൺലോഡ് ചെയ്തോളൂ ആസ്ട്രോടോക്ക് ആപ്പ് കേട്ടോ. ഞാൻ എന്തായാലും ഞാൻ ഡൗൺലോഡ് ചെയ്യും. ശ്രീകുട്ടി പറഞ്ഞ് ശ്രദ്ധിക്കാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഫസ്റ്റ് ടോക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞില്ലേ, എന്താണ് അവർ പറയുന്നതെന്ന് നോക്കാം കേട്ടോ. വിളിച്ച് പറ, ഞാൻ ഇങ്ങനെ ഇനിയിപ്പം ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ചാറ്റ് ചെയ്യും, അതിന് മുമ്പേ വിളിച്ച് പറ. എന്തായാലും ഞാൻ നോക്കട്ടെ എന്താണ് അവർ പറയുന്നത്, നമുക്ക് അറിയണമല്ലോ. ആസ്ട്രോട്രാക്ക് കൊള്ളാം, കിളക്ക. ഇനി അടുത്തത് നോറ മുസ്കാൻ, ബിഗ് ബോസിലെ മിന്നും താരം. നീ വീട് വെച്ചത് ആസ്ട്രോട്രാക്ക് വഴിയല്ലേ ഡേ? അപ്പം താങ്ക് ആപ്പ് നീ കിഴങ്ങനാ? ഓ വരുന്നതല്ല എൻ്റെ ഒരു രീതി. അപ്പൊ പറഞ്ഞാട്ടെ നോറ മുസ്കാൻ. ഹായ് ഗൈസ്, നിങ്ങൾക്കറിയാം ഞാനൊരു പ്രൈവറ്റ് പേഴ്സൺ ആണ്. ബട്ട് ഇന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണല്ലേ? വെൽക്കം ടു മൈ ഹോം ടൂർ. ആണോ? ആയിക്കോട്ടെ, ഹോം ടൂറിലേക്ക് വന്നിരിക്കുകയാണ്. വന്നാട്ടെ, പോന്നാട്ടെ, ജയ് ഹിന്ദ്. കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. വന്നാട്ടെ, പോന്നാട്ടെ. 15 years ആയിട്ട് ഞാൻ റെന്റഡ് ഹോമിലായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട് എടുക്കാൻ പറഞ്ഞത് എനിക്ക് ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിരുന്നു. ഒരു വീട് എടുക്കാൻ പറഞ്ഞത് അത്ര ഈസി ജോബ് ആയിരുന്നില്ല. ഒരുപാട് ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് ചെയ്തതും സേവിങ്സ് ഉണ്ടാക്കി. ആണോ? സാക്രിഫൈസിങ് ഭയങ്കരമായിട്ടായിരുന്നു. എനിക്കറിയാം നൈറ്റ് ഷിഫ്റ്റിന്റെ കഥയൊന്നും പറയാൻ നിൽക്കണ്ട, എനിക്ക് നല്ലോണം അറിയാം നൈറ്റ് ഷിഫ്റ്റ്. ടാങ്കോ മാംഗോയും ടാങ്കോ ഒക്കെ ആയിരുന്നു പഴയ നൈറ്റ് ഷിഫ്റ്റ്. അതുകൊണ്ട് അതിന്റെ കഥ നീ കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് കേട്ടാ. പഴയതെന്തിന് വെറുതെ ചകയാൻ നിൽക്കുന്നത്? എന്തിനാ? കണ്ണിൽ കെട്ടിട്ടില്ലെങ്കിൽ നിന്റെ കൈ പൊള്ളും, എന്റെ കൈ അല്ല. ടാങ്കോ, അയ്യോ നൈറ്റ് ഷിഫ്റ്റ് ഓർമ്മിപ്പിക്കല്ലേ.
എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു ഡ്രീമിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ റെഡി ആയിരുന്നു. അങ്ങനെ പ്രോജക്റ്റ് ഒക്കെ നോക്കി തുടങ്ങിയപ്പോഴാണ് എവറിത്തിങ് വാസ് ഗോയിങ് ഔട്ട് ഓഫ് മൈ ബഡ്ജറ്റ്. അപ്പൊ പിന്നെയും ഞാൻ കുറെ പ്രോജക്ട്സ് നോക്കി. അതിലൊരു പ്രോജക്റ്റ് എന്റെ ബഡ്ജറ്റിന് കിട്ടി. അങ്ങനെ ഞാൻ ടോക്കൺ കൊടുത്തു. ബട്ട് ഓൾ ഓഫ് എ സഡൻ ഞാൻ ഫൈനാൻഷ്യലി നല്ലോണം സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. ചെലവ് കൂടി, വർക്ക്സ് കുറഞ്ഞു തുടങ്ങി. ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള വീട് വാങ്ങുന്നത് ഓൾമോസ്റ്റ് ക്വിറ്റ് ചെയ്യാൻ നിന്നതാണ്. അപ്പോഴാണ് ഐ കെയിം അക്രോസ് ആസ്ട്രോടോക്ക്. ആസ്ട്രോടോക്കിലെ അഖില പറഞ്ഞ ഒരു ആസ്ട്രോളജർ ആയിട്ടാണ് ഞാൻ കണക്ട് ആയത്. ട്രസ്റ്റ് മീ, ഷീ ചേഞ്ച്ഡ് മൈ ലൈഫ്. എന്നോട് എന്റെ ഡേറ്റ് ഓഫ് പ്ലേസും ഡേറ്റ് ഓഫ് ബർത്തും മാത്രം ചോദിച്ചിട്ടുള്ളൂ. അത് കേട്ടപാട് ഞാൻ റീസെന്റ് ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആൻഡ് ഐ വാസ് ഷോക്ക്. എന്നോട് 3 കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. അതിൽ 2 ഓഫ് ദം ടേൺഡ് ഔട്ട് കംപ്ലീറ്റ്ലി ട്രൂ. അപ്പൊ എനിക്ക് ടോട്ടലി ട്രസ്റ്റ് ആയി. എപ്പോഴാ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാ, വീടെടുക്കാൻ എപ്പോഴാ പറ്റുക, ഇതെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലർ ടൈം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാം സോർട്ടായി. എനിക്ക് ബിഗ് ബോസ് പോലും കിട്ടി. എന്റെ ഡ്രീം ഹൗസിലേക്കുള്ള 40% കാശ് ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം ഇപ്പൊ ഉണ്ട്. താങ്ക് യു അഖില മാം, താങ്ക് യു ആസ്ട്രോടോക്ക്. ഇഫ് യു ആർ പ്ലാനിംഗ് ടു ടേക്ക് എനി ഇമ്പോർട്ടന്റ് ഡിസിഷൻ ഇൻ യുവർ ലൈഫ്, അതിപ്പോ കല്യാണം ആയിക്കോട്ടെ, വീടെടുക്കുന്ന ആയിക്കോട്ടെ, സ്റ്റഡീസ് ആയിക്കോട്ടെ, എനി ഫൈനാൻഷ്യൽ മാറ്റർ ആയിക്കോട്ടെ, ടോക്ക് ടു എ ഗുഡ് ആസ്ട്രോളജർ. നിങ്ങളുടെ ലൈഫിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഷെയർ യുവർ ഡേറ്റ് ഓഫ് ബർത്ത് ഓൺ ആസ്ട്രോടോക്ക് ആപ്പ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണ്. ആണോ? ഫസ്റ്റ് ആയിട്ട് ഫ്രീ ആണല്ലേ? നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും നോക്കണമല്ലോ, പൈസ കൊടുക്കൂല. അതിന് മുമ്പുള്ള ഫസ്റ്റ് ആയിട്ട് ഫ്രീ അല്ലേ, അതിലോട്ടൊന്ന് നോക്കണം. എന്താണ് പറയുന്നത് നോക്കാം. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ നോറ മുസ്കാൻ ഇപ്പൊ പറഞ്ഞത് ആസ്ട്രോടോക്ക് വഴിയാണ് അവൾക്ക് വീട് കിട്ടിയത്, അവൾ ഇത്ര സെറ്റായത്, ബിഗ് ബോസിൽ പോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ തള്ളി മറിക്കുന്നുണ്ടായിരുന്നു. ഇവള് ഒരു ഇന്റർവ്യൂല് പറഞ്ഞ ബൈറ്റ് നിങ്ങളൊന്ന് കേട്ടോ. എന്റെ വോയിസിൽ ഞാൻ പറയുകയാണെങ്കിൽ അതിലുള്ളൊരു കണ്ടന്റ് ഒരുപാട് കണ്ടന്റുകളുണ്ട്. പക്ഷെ അതിൽ മെയിൻ ആയിട്ടൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ജാസ്മിന്റെ കേസ് ആണെങ്കിലും നോറയുടെ കേസ് ആണെങ്കിലും ഒക്കെ ഒരു കേൾക്കുന്ന ഒരു ആപ്പാണ് ഈ ടാങ്കോ ആപ്പ്. ടാങ്കോ ആപ്പിലൂടെയാണ് വീട് വെച്ചത് അങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ട്. ശരിക്കും സത്യം അങ്ങനെയാണോ നോറ? ഞാൻ വീട് വെച്ചത് ടാങ്ക് ആപ്പിലെ പൈസ കൊണ്ടല്ല. ഞാൻ എനിക്ക് ടാങ്ക് ആപ്പിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പൈസ കിട്ടിയത് അത് മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്കാണ്. ആ ആൾ അതെടുത്തിട്ട് പോയി. ഓക്കെ. അപ്പൊ പിന്നെ എനിക്ക് ഈ ഫണ്ട് വെച്ചാൽ എന്റെ അമ്മന്റെ സിസ്റ്റേഴ്സ് എല്ലാവരും അവരെ ഗോൾഡ് തന്നിട്ടും പിന്നെ എന്താ പറയാ KSFE ഇങ്ങനത്തെ കാര്യത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വീടിന്റെ കാര്യം ഇതാക്കുന്നതും. ഞാൻ പിന്നെ അതിങ്ങനെ ലൈക്ക് മന്ത്ലി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഈ രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ എടുത്തതാന്ന് പറയുമ്പോൾ എനിക്ക് ഇതിന്റെ ഡോക്യുമെന്റ്സ് അങ്ങോട്ട് കാണിച്ചു വെച്ചാൽ തീർന്ന പ്രശ്നം. പിന്നെ കാണിച്ചു വൈ അങ്ങോട്ട് ഡോക്യുമെന്റ്സ്. ഇവളെന്താ പറഞ്ഞത്? ടാങ്കോ ആപ്പ് വഴിയല്ല, ആ പൈസ എന്നെ ആരോ പറ്റിച്ചോണ്ട് പോയി. ഞാൻ വീട് വെച്ചത് മറ്റേ പണയം വച്ചും KSFE ചിട്ടി പിടിച്ചും അതും ഇതും പിടിച്ചിട്ടാണ് ഇവൾ വെച്ചതെന്നാണ് ഇതിൽ പറയുന്നത്. ഇവള് നേരത്തെ പറഞ്ഞ എന്താ, ആസ്ട്രോടോക്ക് എനിക്കെല്ലാം കൂടി എടുത്ത് കാണിച്ചു തന്നു. ഇനി ഇവള് ബിഗ് ബോസിന്റെ അകത്ത് പറഞ്ഞ നിങ്ങൾ കേള്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇൻഫ്ലുവൻസിങ് ചെയ്തിട്ടും സ്ട്രീമിങ് ചെയ്തിട്ടും എനിക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ആ പർട്ടിക്കുലർ ടൈമിൽ തന്നെ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു. വീട് വിലക്ക് വാങ്ങിച്ചോ? കേടി വീടൊക്കെ വിലക്ക് വാങ്ങിച്ച ടീമാണ്. എങ്ങനെ സ്ട്രീമിങ് ചെയ്തിട്ടും ഒരു പർട്ടിക്കുലർ ആപ്പ് വഴിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ സ്ട്രീമിങ് ചെയ്ത് ഉണ്ടാക്കി. ഏതാപ്പ്? ടാങ്കോ. ഇപ്പുറത്തെ ഇന്റർവ്യൂവിൽ എന്താ പറഞ്ഞ, ഞാൻ മറ്റേ കുഞ്ഞമ്മയുടെ അരിഞ്ഞാണം എടുത്ത് പണയം വെച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് KSFE ചിട്ടി പിടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പുറത്ത്. അവിടെ എന്താ പറഞ്ഞ്, ഞാൻ ആസ്ട്രോടോക്ക് ആ സെറ്റപ്പ്. ഉടായ്പകളെ ഇനി എങ്ങനെ ഞാൻ എക്സ്പോസ് ചെയ്യാനാ? ഇതൊക്കെ എക്സ്പോസ് ചെയ്യുമ്പോൾ കുറ്റക്കാരൻ ഞാൻ. എൻ്റെ മേശ അടച്ചു വയ്ക്കുക, അതെങ്കിലും നടക്കട്ടെ. എന്തായാലും ഞാൻ ആസ്ട്രോടോക്ക് വഴി മിക്കവാറും ഒരു നിക്കറെങ്കിലും വാങ്ങാൻ പറ്റുമെന്ന് നോക്കട്ടെ. ദരിദ്രത്തില. പിന്നെ വീടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അച്ഛൻ വീട് വെച്ചോണ്ട് എനിക്ക് വീടുണ്ട്. അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് വീട് വയ്ക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കേണ്ടി വന്നതന്നെ. ഉള്ള കാര്യം പറയാം. അല്ലാണ്ട് ആസ്ട്രോടോക്ക് എന്ന് പറഞ്ഞ് അവിടെ കുറെ കൊണ്ട് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ മോഞ്ചിപ്പോയാൽ ഉള്ള കാര്യം വീണ്ടും പറയാം. എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. ലക്ഷങ്ങളും കോടികളൊക്കെ വാങ്ങിച്ച് പ്രൊമോഷൻ ചെയ്യുന്ന ടീമുകൾ ഇങ്ങനെ പണം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവരെയൊക്കെ വിശ്വസിച്ച് നിങ്ങൾ പോയി ഇതിൻ്റെ അകത്ത് വീഴുന്ന മൂഞ്ചിക്കൊണ്ടേയിരിക്കും. ഒന്നും പറയാനില്ല. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.